ജൂൺ 30-ന് വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ പെൻഷൻ സർക്കാർ മുൻകൂർ അനുമതി നൽകിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഉത്തരവിറങ്ങിയത് ഏപ്രിൽ 28-നാണ്. ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ആരോപണങ്ങളുടെ നിഴലിലാണ് ജയതിലക് ഇപ്പോഴും ഉള്ളത്. പുതിയ സർക്കാരിൽ നിന്ന് നടപടിയുണ്ടായാലും പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് തിടുക്കത്തിൽ ഉത്തരവിറക്കിയതെന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. ജൂൺ 30-നാണ് ഡോക്ടർ എ ജയതിലക് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 28-ന് ജയതിലകിന്റെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ജയതിലകിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി നീക്കങ്ങളോ വിജിലൻസ് അന്വേഷണങ്ങളോ കേസുകളോ ഇല്ലെന്നും ജൂലൈ 1 മുതൽ പെൻഷൻ അനുവദിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജയതിലകിന് സംരക്ഷണമൊരുക്കാനാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് ഉത്തരവിറക്കിയത് എന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട എൻ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജയതിലകിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളിൽ മേൽ പുതിയ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാലും ജയതിലകിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് തിടുക്കത്തിലുള്ള പെൻഷൻ ഉത്തരവെന്ന വിമർശനം ഉയരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബ്രഗഡയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ചുള്ള ഉത്തരവും ഇതേ ദിവസം തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. IAS ഉദ്യോഗസ്ഥർ വിരമിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ആഴ്ചയിൽ മാത്രമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിച്ചുള്ള ഉത്തരവിറങ്ങാറുള്ളതെന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ സാധാരണ നടപടിക്രമം മാത്രമാണിതെന്നും വാദിക്കുന്നവരും ഉണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തിടുക്കത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവ് മരവിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്.